അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. കല്യാണം വളരെ നല്ല ഇതായിരുന്നു. എൻ്റെ ലവ് ലാംഗ്വേജ് ഞാൻ കുറച്ച് PDA, പിന്നെ ഇങ്ങനെ ഭയങ്കര എക്സ്പ്രസീവാണ്. പക്ഷേ ആളത്ര ഒരു എക്സ്പ്രസീവ് ടൈപ്പ് അല്ല. പക്ഷേ ത്രൂ ആക്ഷൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ചിലപ്പോൾ പറഞ്ഞു എനിക്ക് നിൻ്റെ അത് ഇഷ്ടമാണ്, എനിക്ക് നിൻ്റെ ഇത് ഇഷ്ടമാണ് അങ്ങനെ. പക്ഷേ ഹിസ് ലവ് ലാംഗ്വേജ് ഇസ് എൻ്റയർലി ഡിഫറെൻറ്റ്. സോ ഐ തിങ്ക് വി കനോട്ട് ഡിഫൈൻ വാട്ട് ഇസ് ലവ്. സോ ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ആക്ച്വലി ഞാൻ MESലായിരുന്നു LKG തൊട്ടിട്ട്. ദാസ് വന്നിട്ട് ഒരു 9th ആയപ്പോഴാണ് MESലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ 9th Dയും 9th Cയിലായിരുന്നു. അപ്പം ഞങ്ങൾ ഈ അങ്ങനെ ഇഷ്ടമല്ല, കണ്ടിന് നേരെ കണ്ടുകൂടാ, ലൈക്ക് എനിമീസ് ടൈപ്പ് ആയിരുന്നു. വഴക്ക് മിണ്ടൂല ഒന്നുമില്ല. പിന്നെ ഒരു കലോത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിക്ടോറിയ കോളേജ് വെച്ചിട്ടായിരുന്നു. ഹെക്ടിക് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയാണ് കല്യാണം. അപ്പോൾ സെറ്റാണ്. പക്ഷേ അതായത് നമുക്ക് ആ മെയ്ഡ് ഇറ്റ് എന്നുള്ളൊരു ഫീൽ, ഇതൊന്നും എക്സ്പെക്ട് ചെയ്യാതെയാണല്ലോ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഇത്രയും വരെ എത്തുന്നോ അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ എൻഡാവുന്നോ അങ്ങനെയൊന്നും ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫൈനലി അത് ഇപ്പം ട്രൂ ആണ്, അല്ലെങ്കിൽ ആ റിയാലിറ്റി ചെക്ക് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഫ്രണ്ട്സ് ആയിട്ട് കാണുന്നത് തന്നെ ഉള്ളൊരു ഫീലാണ് ഇപ്പോഴും. പ്രത്യേകിച്ചൊന്നും എനിക്കില്ല. വെറുതെ ആക്ട് ചെയ്താൽ മതി. കാവിലെ ദേവി അനുഗ്രഹം മനസ്സിൽ മതിയത്. അത് മതി, അത് മതി, അത് മതി. കേൾക്കണല്ലോ മാമേ. മുടികളായിരുന്നു വെച്ചില് പോയാലും മുടികളായിരുന്നു. ഒരു ഫോട്ടോ എടുത്തോ. അപ്പൊ നല്ല തരട്ടെ. എന്റെ മേക്കപ്പ്, എന്റെ മേക്കപ്പ് ഞാനാ കൊടുക്കണ്ടേ? മാറിക്ക. എവിടെ എന്റെ മരുമകൾ? ഹീസ് എ ഗുഡ് ലിസണർ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാനൊരു നോൺ സ്റ്റോപ്പ് ഇങ്ങനെ സംസാരിച്ചു, എനിക്കൊരു ടോപ്പിക് ഷോർട്ടേജ് വരുമല്ലോ, എന്തെങ്കിലും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഹീ വിൽ ലിസൺ ടു മൈ റാൻറ്റ്. എന്താണെങ്കിലും
ക്ഷമയോടെ നിൽക്കുക. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഭയങ്കര കൺസിഡറേറ്റ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും പുകഴ്ത്തി പറയാറില്ല. ഞങ്ങൾ റോസ്റ്റിംഗ് ആണ് ഞങ്ങളുടെ ലവ് ലാംഗ്വേജ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നല്ല കാര്യം പറഞ്ഞ് ഞാൻ ഇന്നവരെ പറഞ്ഞിട്ടില്ല. പാട്ടിനൊരു ബ്രേക്ക്. ഇപ്പോൾ എങ്ങനെയുള്ള ഒരു ഡാൻസ്. ഞങ്ങളങ്ങനെ ഇപ്പം എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി ലവ് ആയതാണ്. അപ്പോൾ എനിക്ക് ഇന്നൊരു എന്താ പറയുക ഒരു ക്യാരക്ടർ അങ്ങനെയല്ല. ഞങ്ങൾ ഫ്രണ്ട്സായിരുന്നു, ഫ്രണ്ട്സായി അതിന് ഇൻ ബിറ്റ്വീൻ ലവ് ആയി, അങ്ങനെ ആയതാണ്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ഫ്രണ്ടാണ് അവൾ. എനിക്കെന്നും എല്ലാം ഷെയർ ചെയ്യാം. അപ്പോൾ ലൈക്ക് അതാണ് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പോൾ എന്തായാലും കാര്യങ്ങൾ പറയാനാണെങ്കിലും പണ്ട് ഫ്രണ്ട്സായി ഞങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ലവേഴ്സായി ഇപ്പോൾ കല്യാണം കഴിച്ചാലും ഇപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സാണ്. നല്ലൊരു ഫ്രണ്ട്സ്, നമുക്കെല്ലാം ഷെയർ ചെയ്യാം, അതായിരിക്കണം ഒരു ഗുഡ് റിലേഷൻഷിപ്പ്. ഇപ്പം നമുക്ക് എന്തും പറയാം, എന്നും പറയാൻ നല്ല രീതിയിൽ ചീത്തയും പറയാം, എന്നാലും ലൈക്ക് തുറന്ന് പറയാം ഇന്നതാണ്. അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ, നമ്മൾ ഇരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവണം അതാണ് ലവ്, അല്ലേ? അല്ലാതെ ചുമ്മാ പോയി കണ്ട് ഐ ലവ് യു നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും? ഹാർഡ്ലി അത്രയും മനസ്സിൽ തട്ടണം. അതെ, എന്നാലും ചിലപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞെന്ന് വരില്ല. അപ്പൊ അങ്ങനെയാണ്. എന്ത് പറയാനാ, ഇനിയൊരു ഐ ലവ് യു പറയാം അല്ലേ? അത് തന്നെ, അത്രേ ഉള്ളൂ.